വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം ശക്തമാക്കി ആശാ വർക്കർമാർ. സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹാസംഗമമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തിയാണ് മഹാസംഗമം നടത്തുന്നത്. ഇവർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകും എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ആശാ വർക്കർമാർ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരമാണ്. സർക്കാർ കണ്ണു തുറക്കുന്നില്ല, അവരുടെ ആശയെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ ആശയറ്റുള്ള സമരമാണ് അവർ നടത്തുന്നത്. ഇങ്ങനെ പോയാൽ അനിശ്ചിതകാല പണിമുടക്കിലേക്കാണോ അവർ നീങ്ങുന്നത്? ശാലിനി. വിനോദ, അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 12 ദിവസമായ അതിജീവനത്തിന്റെ പോരാട്ടമാണ് ആശാ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുൻപിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 12ാം ദിവസവും സമരം എത്തുമ്പോൾ യാതൊരു രീതിയിലുള്ള അനുകൂല നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഒപ്പം തന്നെ അവരുടെ ജോലി കാലാവധി കഴിഞ്ഞ് അവർ സർവീസിൽ നിന്നും പോകുമ്പോൾ 5 ലക്ഷം രൂപ പരിരക്ഷ ഉറപ്പുവരുത്തണം, ജോലിഭാരം കുറയ്ക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇത്തരത്തിലൊരു സമരം അവർ നടത്തി വരുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആശാ വർക്കർമാർ മഹാസംഘവുമായി എത്തിയാണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിലേക്ക് കൂടി നീങ്ങാൻ ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ ജില്ലകളിലെ ആശാ വർക്കർമാർ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി നോട്ടീസ് അവരുടെ മെഡിക്കൽ ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. ജോലി എടുക്കാതെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം തുടരും, ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലും സമാന്തരമായി സമരം തുടരുമെന്നുള്ളതാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. PSC ജീവനക്കാർക്കും മെമ്പർമാർക്കും PSCയുടെ ചെയർമാൻ അടക്കമുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാരിന്റെ ശുപാർശ നിലനിൽക്കെ തന്നെയാണ് ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ തുടരുന്നത്. ഇന്നും സമരത്തിന്റെ രൂപം മാറുമെന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. യാതൊരു രീതിയിലും സമരം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല, രാപ്പകൽ സമരം തുടരുകയും ചെയ്യും. ഒപ്പം തന്നെ തീരുമാനം അംഗീകരിച്ച് ഇവരുടെ ഔദ്യോഗിക ഉത്തരവ് കയ്യിൽ ലഭിക്കും വരെ സമരം തുടരാൻ തന്നെയാണ് ഇപ്പോൾ ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും സമരം തുടരുകയാണ്. വിവിധ സമര അനുകൂലികൾ, ഒപ്പം തന്നെ വിവിധ സംഘടനകളടക്കം ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലിലേക്ക് ഇന്ന് എത്തുകയും ചെയ്യും. എന്തായാലും 12 ദിവസം പിന്നിടുകയാണ് സർക്കാരിന്റെ മുൻപിൽ അതിജീവനത്തിന്റെ സമരം ആശാ വർക്കർമാർ തുടർന്നിട്ട്. പക്ഷേ യാതൊരു രീതിയിലും ഈ ഘട്ടത്തിലും ഒരു ചർച്ചയ്ക്കുള്ള വഴികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പക്ഷേ ഈ പണിമുടക്കി അനിശ്ചിതകാല സമരത്തിലേക്ക് കൂടി ആശാ വർക്കർമാർ കടക്കുമ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്കകളും വെല്ലുവിളിയും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് വീടുകളിൽ കഴിയുന്ന രോഗികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആശാ വർക്കർമാരായിരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കൂടി കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ആരോഗ്യ മേഖല കടക്കാൻ പോവുകയാണ്. വിനോദ. ശാലിനി, അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുന്നു. ആരോഗ്യമന്ത്രി പറയുന്നു ഇവർക്ക് മതിയായ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ യൂണിയനും ആശാ വർക്കർമാരുടെ ഇടതുപക്ഷ യൂണിയനും UDFിൻ്റെ കോൺഗ്രസിൻ്റെ യൂണിയനെ കൂടാതെ ഭരണകക്ഷിയിൽപ്പെട്ടവരുടെ യൂണിയൻ കൂടി സംയുക്തമായി പണിമുടക്കുകയാണ്. അപ്പോൾ സർക്കാരിനെതിരെ ഇടതുപക്ഷ യൂണിയൻ തന്നെ പണിമുടക്കുന്നു, അല്ലെങ്കിൽ അവർ ആ മേഖലയിലുള്ള ഇടതുപക്ഷ യൂണിയൻ അടക്കമുള്ള വിഭാഗങ്ങൾ സംയുക്തമായിട്ടുള്ളൊരു പണിമുടക്കല്ലേ, അല്ലെങ്കിൽ സമരമല്ലേ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്നത്? ശാലിനി. തീർച്ചയായും വിനോദ, കാരണം ഈ ആശാ വർക്കർമാർ പലതും രാഷ്ട്രീയ നിയമനങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടി അനുകൂലികളാണ് ഉള്ളത്. സ്വാഭാവികമായും ആ ഭരണാനുകൂല സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവർ ഈ സമരപന്തലിലും രീതിയിലുമുണ്ട്. അവരെ അടക്കമാണ് ഇടത് സർക്കാർ കൈവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് KV തോമസ് അടക്കമുള്ളവർക്ക് യാത്രാബദ്ധയായി 5 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷത്തിലേക്ക് യാത്രാബദ്ധ ഉയർത്തിക്കൊടുക്കുന്നു. PSC ചെയർമാൻ അടക്കമുള്ളവർക്ക് ജില്ലാ ജഡ്ജിയുടെ സമാന്തരമായി ശമ്പളം നൽകുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ ശമ്പള വർധനവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച് നൽകുമ്പോഴാണ് ഈ സെക്രട്ടേറിയറ്റിന് പടിക്കൽ ഇത്തരത്തിൽ സമരം തുടങ്ങുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഭാഗത്ത് തന്നെയാണ് ആശാ വർക്കർമാർ ഇത്തരത്തിൽ അതിജീവന പോരാട്ടം നടത്തുന്നത്. കൈക്കുഞ്ഞുങ്ങളുമായി അടക്കം സമരത്തിനെത്തി ഈ പൊരിവെയിലത്ത് അവരവിടെ കഴിഞ്ഞിട്ടും യാതൊരു രീതിയിലുള്ള ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ആ ചർച്ചയിലൂടെ തീരുമാനമുണ്ടാക്കാനോ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സമരം തുടരുക തന്നെയാണ്. അനിശ്ചിതകാല സമരത്തോടൊപ്പം രാപ്പകൽ സമരം തുടരുന്നു. പണിമുടക്കിക്കൊണ്ട് സമരം നടത്തി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു അതിജീവന പോരാട്ടം കൂടിയാണ് ആശാ വർക്കർമാർ ഈ ദിവസങ്ങളിലും സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്നത്. അതെ, തീർച്ചയായും ആശാ വർക്കർമാർ അനിശ്ചിതകാലമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ സമരം തുടരുകയാണ്. അവർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അവരുടെ
ഓണറേറിയം അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം. ഇടതുപക്ഷ യൂണിയൻ അടക്കമുള്ള ആശാ വർക്കർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് എസ് ശാലിനി പങ്കുവെക്കുന്നത്.